ചില സീനിലൊക്കെ നമ്മള് കണ്ണ് നിറഞ്ഞു പോകും. സുരാജിന്റെ ലാസ്റ്റ് പോർഷനൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്, അടിപൊളിയായിട്ട് നല്ല അടിപൊളിയായിട്ട് വർക്കായിട്ടുണ്ട് പടം. സംഗതി ചെറുതാണെങ്കിലും പൂത്തിരി പോലെ നല്ല കിടക്കാച്ചി അടിപൊളിയായിട്ടുണ്ട്. പൂത്തിരി പോലെ നല്ല, പക്ഷെ ആസിഫലി ത്രൂ ഔട്ട് ക്യാരക്ടർ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ ഒരുപാട് മെസ്സേജ് ഉണ്ട്, നമുക്ക് സാധാരണ ഒരു മനുഷ്യനുണ്ടാവുന്ന ഒരുപാട് മെസ്സേജുകളുണ്ട് ഈ പടത്തിൽ. ഓട്ടൂല സുരാജ് എന്ന് പറഞ്ഞ വ്യക്തി ആ പഴയ ആ ഒരു ചളി കോമഡി എന്ന് പറഞ്ഞ ഒരു സാധനം ഉപയോഗിച്ചിട്ടുള്ള ത്രൂ ഔട്ട് അവസാനം വരെ സുരാജ് ഭയങ്കര പെർഫോമൻസ് അടിപൊളിയായിട്ടുണ്ട്. വലിയൊരു പടമല്ല കേട്ടോ, വലിയൊരു പടമല്ല, പക്ഷെ ചെറിയ പടമാണെങ്കിലും ഒരിക്കലും ഒരു ചിറ്റിയടി ഒന്നുമില്ല. ചിറ്റിയടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആരും വരണ്ട, ചിറ്റിയടിയില്ല, വെടിവെപ്പില്ല, ഒന്നുമില്ല. പക്ഷെ ഫാമിലി വന്ന് കാണാം എല്ലാവരും. ഇത് ഒരു നെഗറ്റീവ് അഭിപ്രായമായിട്ട് കാണണ്ട, ഈ പടം ഫാമിലി ആയിട്ട് വന്ന് കണ്ട ഇഷ്ടപ്പെടുമെന്നുള്ള ഗ്യാരണ്ടി ഞാൻ തരാം. ലാസ്റ്റ് നമ്മൾ കണ്ണ് നിറഞ്ഞു പോയി, കാരണം സുരാജിന്റെ ഒരു വന്നിട്ട് പുള്ളിക്ക് ഒരു പെർഫോമൻസ് ഉണ്ട്, നമ്മളെ കണ്ണ് നിറഞ്ഞു പോകും. അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. നമുക്ക് ഓട്ടോമാറ്റിക്കലി കണ്ണ് നിറഞ്ഞു പോകും. ഫ്രണ്ട്ഷിപ്പ് അടിപൊളി. അതാ ഞാൻ പറഞ്ഞത്, കുറെ സാധാരണ മനുഷ്യർ മനസ്സിലാക്കേണ്ട എല്ലാം വിവരിച്ചിട്ടുണ്ട്. കാരണം നമുക്കൊക്കെ അനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ ഞാൻ അവിടെ നിന്ന് ആലോചിച്ചു, എന്റെ ജീവിതത്തിൽ ഇതേ സിറ്റുവേഷൻ ഞാൻ കടന്നു പോയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ഇതുപോലെ തന്നെ സാമ്പത്തികമുള്ള ചില ആൾക്കാരോടുള്ള നമ്മുടെ പോയിട്ടുണ്ട്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സുരാജ് സൂപ്പറാണ്, ആസിഫലി അടിപൊളിയാണ്. ആസിഫലി മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ എന്നുള്ളത് ഉറപ്പാണ്. അടുത്ത സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ആസിഫലി വരും എന്നുള്ള ഉറപ്പാണ്. സുരാജ് ഏട്ടൻ കിടിലം, അടിപൊളി, ഫാമിലികളെല്ലാം പറഞ്ഞിട്ട് ഈ പടം കണ്ട എല്ലാ ഫാമിലി ഓഡിയൻസ് വന്ന് കാണട്ടെ. കുട്ടികളും കുഞ്ഞുങ്ങളും ഇതിനകത്ത് ഒരു ബൾഗറായിട്ടുള്ള ഒന്നുമില്ല. പട്ടം അടിപൊളിയാണ്. ഫാമിലി അത് ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഒരു പടം. ആസിഫലി ലെവൽ ക്രോസ് ഞാൻ കണ്ടതാണ്. ലെവൽ ക്രോസിന്റെ കമന്റ്സ് എനിക്ക് പറയാൻ പറ്റിയില്ല. ലെവൽ ക്രോസ് എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. നല്ല പടമാണ്. പക്ഷെ അത് എന്തുകൊണ്ട് വിജയിച്ചില്ല എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വ്യക്തമായിട്ടില്ല. പക്ഷെ അടിപൊളിയാണ്, സൂപ്പറാണ്. കാരണം ഇനിയിപ്പോ ഒരു പുതിയ പടം വരാനുണ്ട്, ടേക്ക് ഇറ്റ് ആക്കാന്ന് പറഞ്ഞിട്ടൊരു പുതിയ പടം വരാനുണ്ട്. ഞാൻ പുള്ളിയുടെ കൂടെ ഒരു സീനിൽ ഞാൻ അഭിനയിച്ച ആളാണ്. ഞാൻ പറയാണ്, അതായത് മലയാളത്തിലെ KGF എന്ന് തന്നെ പറയാം, അത്ര രീതിയിലുള്ള ഒരു പടമാണ് ഇനി വരാൻ പോകുന്നത്. അടിപൊളി സിനിമയായിരിക്കും ടേക്ക് ഇറ്റ് ആക്കാന്ന് പറഞ്ഞിട്ട് ഇനി വരാൻ പോകുന്നത്. ആസിഫ് അലി മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ ആയിരിക്കും. പൃഥ്വിരാജ്, ആസിഫ് അലി അങ്ങനെയുള്ള ടീമുകളായിരിക്കും ഇനി ഉണ്ടാവാൻ പോകുന്നത്. ആസിഫ് അലിയുടെ ഡിഫറന്റ് സാധനങ്ങളാണ് വരുന്നത്. ആസിഫ് അലി മിന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ആസിഫ് അലി അടുത്ത സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് എത്തിയിരിക്കും. ഇത് ഞാൻ ഗ്യാരണ്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഒന്ന് തെറി പറയാം.